ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു 1 kg വെയിറ്റ് വരുന്ന ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇതൊരു 2 തവണ അരിച്ചെടുക്കാം. അടുത്തതായിട്ട് 4 മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് ഞാൻ ബ്ലൂബെറി ക്രഷും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ വാനില സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടലൊക്കെ ഉണ്ടാവുന്നത്. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ബ്ലൂബെറി ക്രഷ് ചേർക്കുന്നുണ്ട്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബോട്ടിലിന് 295 രൂപയാണ് വരുന്നത്. അപ്പോൾ ബ്ലൂബെറി ക്രഷ് ചേർക്കാതെ സാധാരണ വാനില സ്പോഞ്ച് കേക്കിലും ഈ ഒരു കേക്ക് ചെയ്തെടുക്കാം. പക്ഷെ ക്രഷ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സ്പോഞ്ചിന് ഉണ്ടാവുക. കേക്കിൻ്റെ ബാറ്റർ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലേക്ക് മാറ്റിയിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 45 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ലൊരു ബ്ലൂബെറിയുടെ സ്മെല്ലാണ് വരുന്നത്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ സ്പോഞ്ച് തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് പിറ്റേന്നാണ് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിന് മുകളിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ബ്ലൂബെറി ക്രഷും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി സ്പ്രെഡ് ചെയ്യാം. ഇനിയിപ്പോൾ വല്ലപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു ക്രഷ് വാങ്ങിക്കണമെന്നില്ല. ഈ സൈഡിൽ കാണിക്കുന്ന ബ്ലൂബെറി ഫില്ലിങ് നമുക്ക് ബേക്കിംഗ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഇതേപോലെ ചെറിയൊരു ഡബ്ബയിലാണ് കിട്ടുക. ഇപ്പോൾ ഈ ഒരു ഡബ്ബയ്ക്ക് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 1 kg ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 40 രൂപയ്ക്കെങ്കിലും ഇത് വാങ്ങിക്കണം. ഇത് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്ങിലായിട്ടും അതേപോലെ കേക്കിൻ്റെ മുകളിലും ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഉറുമ്പ് വരുന്നത് കൊണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ അല്പം ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം സെക്കൻഡ് കോട്ട് ക്രീമും കൂടി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. കേക്ക് മുഴുവനായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ആണ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. മുഴുവനായിട്ട് കവർ ചെയ്യണമെങ്കിൽ ഒരു 40 രൂപയുടെ ബോട്ടിലെങ്കിലും വാങ്ങിക്കണം. ഞാനിത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് മുകളിൽ ബ്ലൂബെറി ക്രഷ് തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി താഴെയും മുകളിലായിട്ട് ചെറിയൊരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിലും സൈഡിലും കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.